വാങ്ങിയവരും വിട്ടവരും എല്ലാവരും കൊടുക്കും. നടത്തിയത് 1500 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ. അതെ, ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേൾക്കുന്ന പ്രകാരം മുതലാളി നാട് വിട്ടു. പറയുന്നത് വേറെ ആരെപ്പറ്റിയുമല്ല. നമ്മുടെ കേരളത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറി ഉണ്ടായിരുന്നു. എനിക്ക് കമ്മ്യൂണിറ്റി ബിസിനസ് മാത്രം മതി, എന്റെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് മാത്രമേ ഞാൻ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു വന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി. അതെ, അൽമുക്താദിർ ഗ്രൂപ്പിന്റെ മുതലാളി. അങ്ങനെ നാട് വിട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ ഇപ്പോൾ കേരളത്തിലില്ല. കേരളത്തിൽ നിന്നും പുള്ളിക്കാരൻ അങ്ങ് മുങ്ങി. കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ, അഥവാ ഇന്ത്യയിൽ തന്നെ നിന്ന് കളഞ്ഞാൽ പുള്ളിക്കാരൻ പെട്ടുപോകും എന്നുള്ള അവസ്ഥയായി. അത് ഏത് നിമിഷവും ഒരു അറസ്റ്റ് ഭയന്നാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ജ്വല്ലറിയിൽ നിന്നും വരുന്ന വാർത്തകൾ. വെറും 1 ലക്ഷം രൂപയ്ക്ക് 2500 രൂപ പലിശയാണ് പുള്ളിക്കാരൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതെ, 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ, എന്റെ ജ്വല്ലറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപയോളം പലിശ ആയിട്ട് ലഭിക്കും. പക്ഷെ പലിശ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. കാരണം ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നോക്കുന്നത് പലിശ എന്നും ഹറാമായതുകൊണ്ട് ലാഭം, ഞാൻ ചെയ്യുന്ന ബിസിനസിന്റെ ലാഭം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ ബിസിനസ് നടത്തിയത്. ആ ഒരു രീതിയിലുള്ള തട്ടിപ്പ് നടത്തി ഏകദേശം 1500 കോടി രൂപ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് പിരിച്ചെടുത്തു അദ്ദേഹം. അതിനുശേഷം ഒറ്റയ്ക്കൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ നിക്ഷേപക തട്ടിപ്പ്, അഥവാ ഒരു തരത്തിൽ പറയുവാണെങ്കിൽ ഒരു സമുദായത്തെ തന്നെ ഒറ്റയടിക്ക് വിഴുങ്ങിയ ഒരു ഭീകരൻ. അതിന് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് കേരളത്തിലെ പല പ്രമുഖ ഇമാംമാരെയും പ്രമുഖ ഉസ്താദുമാരൊക്കെ ഒളിവിലാണ്. അവർക്ക് കോളുകൾ വിളിക്കാൻ നേരത്ത് അവരുടെ ലൈനുകളൊന്നും കിട്ടുന്നില്ല. സാർ, താങ്കൾ ഉസ്താദെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മളെ പൈസ എല്ലാം കൊണ്ടുവന്നിട്ട് എന്ന് ചോദിക്കാൻ നേരത്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മുങ്ങുന്ന ഉസ്താദുമാർ പലതുണ്ട് കേരളത്തിൽ. പല വഴിക്ക് ഓടുകയാണ് അവർ. ജനങ്ങളാണെങ്കിൽ ലാഭപ്രാട് മക്കളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസ, എന്തിനേറെ പറയുന്നു ആശുപത്രി ചെലവിന് വേണ്ടി മാറ്റിവെച്ച പൈസ, ഇതെല്ലാം കൊണ്ടുവന്നങ്ങ് തള്ളിയത് ഒരു ഭീകരന്റെ വായിലേക്കാണ്. ഇനി നീ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ 1500 കോടി രൂപ ഇത്രയ്ക്കും കള്ളപ്പണം എങ്ങനെ അദ്ദേഹം വെളുപ്പിച്ചു, എങ്ങനെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് പുറത്തെത്തിച്ചു? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ UK കുറെ റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് വാങ്ങിച്ചങ്ങ് കൂട്ടി എന്ന് തന്നെ പറയാം. ഇനി പുള്ളിക്കാരൻ നമ്മളെ നാട് വിട്ട് UK, അതായത് ലണ്ടനിലോട്ട് പോയാലും, അതെ, വിജയ് മല്യയുടെ ലൈൻ തന്നെ പിടിക്കും പുള്ളി എന്തായാലും അധികം വൈകാതെ. ആ ഒരു ലൈൻ പിടിച്ച് ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. കാരണം അവിടെ നമ്മളെ നീതിന്യായ വ്യവസ്ഥയായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഇന്ത്യൻ നിയമത്തിന് ലണ്ടനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു വേളയിൽ തന്നെ പുള്ളിക്കാരൻ നാട് വിടാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് June 1 കേരളത്തിൽ എല്ലാ ഷോറൂമുകളും തുറക്കുമെന്ന്. ഇതിന് മുമ്പ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു April 1 കേരളത്തിൽ എല്ലാ ഷോറൂമുകളും തുറക്കുമെന്ന്. പക്ഷെ ഒരു ഷോറൂമുകളും തുറന്നിട്ടുമില്ല. പുള്ളിക്കാരൻ വെറുതെ ഇരുന്ന് താളത്തിലുള്ള ഡയലോഗ് അടിച്ചു വിടുന്നതല്ലാതെ പുള്ളിക്കാരൻ നാട്ടിലുണ്ടോ അഥവാ ഇന്ത്യയിലുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവുകളും നമ്മുടെ കയ്യിലുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കാരണം ഇത്രയും രൂപ നിക്ഷേപം സ്വീകരിച്ച, അഥവാ നിങ്ങൾ കൊടുത്തയച്ച പണമാണ് പോയത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് തുടർ നിയമ നടപടികളായിട്ട് എങ്ങനെ പോകാൻ പറ്റും എന്ന് ഞാൻ പറയാം. കാരണം ഈ പൈസ കൊടുത്ത ആർക്കും ഒരു തുടർ നിയമ നടപടിയായിട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം വേറൊന്നുമല്ല, അത്രയും കള്ളപ്പണമാണ്. അതായത് അത്രയും നിങ്ങൾ ഇട്ട് സമ്പാദിച്ച പണം എന്ന് തന്നെ പറയാം. ഗൾഫിൽ നിന്ന് മക്കൾ അയച്ചിരുന്ന പണം നേരെ എടുത്ത് കൊണ്ടുവന്നങ്ങ് ഇട്ട് കൊടുത്തു. കാരണം ഒരു പ്രൂഫുമില്ല, ഒരു സ്രോതസ്സും ഇല്ലാതെ കിട്ടിയ പണമാണ് നിങ്ങൾക്ക്. അതല്ല, ആ ഒരു പണമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. വേറൊന്നും ഈ സംഭവത്തിനെ പറ്റി ഇനി നമ്മൾക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ നാട് വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാട്